രശ്മിൽ, നമുക്കറിയാം ഇപ്പോൾ വളരെ ട്വിസ്റ്റോട് തന്നെയാണ് BJP ഇപ്പോൾ നേതാവിനെ മത്സരിക്കാൻ മോഹൻ ജോർജിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടങ്ങ് എടുത്തിരിക്കുകയാണ്. നിലമ്പൂരിൽ എന്താകുമെന്നുള്ള ഒരു കാഴ്ച തന്നെയാണ്. താമര ചിഹ്നം പിടിച്ചിരിക്കുന്ന നേതാവിനെ ഇനി എത്രത്തോളം അണികളുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. മോഹൻ ജോർജിനെ എത്രത്തോളം ശോഭിക്കാൻ പറ്റും നിലമ്പൂരിൽ? മോഹൻ ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ ആരും നിലമ്പൂരിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം നിലമ്പൂരിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു വക്കീൽ കൂടിയാണ് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കുറച്ചു കാലമായി മനസ്സുകൊണ്ട് BJPയുമായി അടുത്ത് ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തിലും ആകർഷണമായിക്കൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ച ഉടനെ തന്നെ അദ്ദേഹം അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആൾ തന്നെയാണ് ശ്രീ മോഹൻ ജോർജ്. നമുക്കറിയാം, ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അവിടെ ഒരു സീറ്റ് തന്നെയായിരിക്കും. BJPക്ക് എത്രത്തോളം അവിടെ നിലമ്പൂരിൽ ഒരു മോഹൻ ജോർജിനെ വെച്ച് തന്നെ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമോ? അത്രത്തോളം ഒരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ശക്തമായ പോരാട്ടം തന്നെ, ത്രികോണ മത്സരം തന്നെ നിലമ്പൂരിൽ പ്രതീക്ഷിക്കാം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ ആളുകളും ഇവിടെ വളരെ സജീവമായി ഫീൽഡിൽ ഉണ്ടാവും.